പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതേ തുടർന്ന് സോഹനെ ചെന്ന് കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. എടാ, കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല എന്നതാണ് സത്യം. എന്തു ചെയ്യണം എന്ന് എനിക്ക് അറിയുന്നുമില്ലടാ. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കില്ല, അത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇനി എന്തു ചെയ്യും ഞാൻ? എളുപ്പമല്ലടാ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. അത് ശരി തന്നെയാണ് എന്ന് എനിക്കും ഇപ്പോൾ തോന്നുന്നുണ്ട്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ ഇപ്പോൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയെല്ലാം എനിക്കും പോയി. കാരണം മറ്റൊന്നുമല്ല, ആ രാഹുൽ ഇപ്പോൾ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പദ്ധതികൾ നടത്തുന്നത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊരു ഉത്തരം നമുക്ക് ലഭിക്കാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണമെങ്കിൽ കൃത്യമായ പ്ലാൻ വേണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും, അത് ഉറപ്പ് തന്നെയാണ്. അതിനുവേണ്ടി ഇനി കാര്യങ്ങൾ കൃത്യമായി നീക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ അഭിഷേക് നിൽക്കുമ്പോഴാണ് രാഹുൽ കടന്നു വരുന്നത്. ഇതോടെ രാഹുൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കടന്നു വരികയും അവിടെ വെച്ച് കാര്യങ്ങൾ വിളിച്ച് പറയാൻ തയ്യാറാവുകയുമാണ് ചെയ്യുന്നത്. എന്റേതല്ലാത്ത കുഞ്ഞിനെ നശിപ്പിച്ചു കളയും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ പറയുകയാണ്, നാളികേരത്തിൽ നിന്ന് തുരന്നെടുത്ത് കളയുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾ നടത്തുമെന്ന്. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പ്രവോക്കാവുകയാണ് ഇപ്പോൾ അഭിഷേക്. തൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്നല്ലേ അവൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്ന അഭിഷേക് ഇതോടെ വാക്കത്തി എടുത്തുകൊണ്ട് രാഹുലിന്റെ മുന്നിലേക്ക് കയറി വന്ന വെട്ടാൻ കൈ വീശുന്നു. ഇതോടെ രാഹുൽ പൊട്ടിച്ചിരിക്കുകയാണ്. നീ എന്തിനാടാ ഇത്ര രോക്ഷം കാണിക്കുന്നത്? അവളുടെ വയറ്റിലപ്പോൾ നിന്റെ കുഞ്ഞ് തന്നെയാണ് എന്ന് നീ സമ്മതിച്ചു അല്ലേ? അങ്ങനെയാണ് എങ്കിൽ ആ കാര്യം നീ വിളിച്ചു പറ വന്ന് അവളുടെ വീട്ടിൽ. അപ്പോൾ കുഴപ്പമില്ലല്ലോ, എല്ലാവരും അറിയട്ടെ സത്യങ്ങൾ. അതിലെന്താ പ്രശ്നം? എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയടാ. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് ആകെ പകച്ചു പോവുകയാണ്. ഇതിനിടയിൽ സോഹം വന്ന അഭിഷേകിനെ പിടിച്ചു മാറ്റുകയും, അഭിഷേക്, നീ ആ രാഹുൽ പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവനൊരു ചതിയനാ. അവൻ ഇതെല്ലാം പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെയാ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവന്റെ ചതിയിൽ നീ വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കേണ്ട സമയമാണിത്. അതിനിടയിൽ ഇമോഷണലായി എടുത്തു ചാടിയാൽ നമുക്ക് തന്നെയാണ് അപകടമുണ്ടാവുക എന്ന് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സിലായോടാ? ഇതോടെ അവിടെ നിന്ന് പോകുന്നതിന് തയ്യാറാവുകയാണ് അഭിഷേക്. ഇത് കാണുന്ന രാഹുൽ, നിന്റെയൊന്നും നീക്കം നടക്കാൻ പോകുന്നില്ലടാ. അവൾ എൻ്റെ കാൽ ചുവട്ടിൽ കിടന്നു തന്നെ നരകിക്കും. മാത്രവുമല്ല, നിന്റെ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കുകയുമില്ല. ഞാനത് നിനക്ക് നൽകുന്ന ഉറപ്പാണ്. കാര്യങ്ങൾ ഞങ്ങൾ കൈകാര്യം കൃത്യമായി ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞ് രാഹുലും പോവുകയാണ്. ഇതോടെ എടാ, അവൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നതിനായി എന്തെങ്കിലും പദ്ധതി മനസ്സിൽ കണ്ടു കാണും. അല്ലാതെ ഇത്ര കോൺഫിഡൻസോടെ എന്നോട് സംസാരിക്കുകയില്ല. എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇഷയെയും കുഞ്ഞിനെയും എനിക്ക് രക്ഷിക്കണം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നത് തന്നെയാണ് സത്യം. പ്രശ്നങ്ങൾ കൈവിട്ടു പോകാതെ ബുദ്ധിപൂർവമാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇനി നീക്കങ്ങൾ ശക്തമാക്കണം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോഴാണ് എന്തൊക്കെ സംഭവിച്ചാലും അഭിഷേകിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള
പ്ലാനുമായി മുന്നിലേക്ക് ദേവബാല കടന്നു വരുന്നത്. അവന്റെ കുഞ്ഞാണ് ആ ഇഷയുടെ വയറ്റിൽ വളരുന്നത്. ആ കുഞ്ഞിനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അതിന് ഞാൻ ഏതറ്റം വരെയും പോകും. ഇതെന്റെ തീരുമാനമാണ്. ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന രാഹുൽ ആകട്ടെ അഭിഷേകിനെ തറ പറ്റിക്കുന്നതിന് ദേവബാലയുടെ സഹായം നേടണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.